Hi, hello. Yeah. Okay, fine. I add the hour question for you. Can you be fine? Struggle, isolating, in download, and funfair. He is Kerala Blasters. എന്തൊക്കെയാണ് ഈ ഒരു കളിയിൽ സംഭവിച്ചത്? ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് അമേസിംഗ് എന്ന് തന്നെ വേണം പറയാം. ഈ ഒരു മത്സരം യെല്ലോ കാർഡുകളുടെ ഒരു 5-6 കളി തന്നെയായിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് അമേസിംഗ് എന്ന് തന്നെ വേണം പറയാം. കാരണം ബ്ലാസ്റ്റേഴ്സ് റെഡ് കാർഡ് കിട്ടിയ കളികളെല്ലാം ഗോൾ വഴങ്ങിയ ടീമാണ് ബ്ലാസ്റ്റേഴ്സ്. പക്ഷെ ഈ ഒരു കളി നമ്മൾ ഒരു കിടില പെർഫോമൻസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് കണ്ടത്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം കാക്കുന്ന മിലോസ് ഡ്രീൻസിച്ചിനും അതുപോലെ തന്നെ ഐബൻ ഡോളിങ്ങിനും ഈ ഒരു മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടി. ഈ ഒരു കളിയിൽ യെല്ലോ കാർഡുകൾക്കൊന്നും ഒരു പഞ്ചുമില്ലായിരുന്നു. ഒരു കിടിലൻ കളി തന്നെയാണ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടത്. കളി തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ പഞ്ചാബ് FC ഒരു ഡിഫൻസീവ് ഫുട്ബോൾ തന്നെയാണ് കാഴ്ചവെച്ചത്. ഇരു ടീമുകളും ഷോട്ടിന്റെ കാര്യത്തിലൊക്കെ വളരെ പുറകിലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കളിയിൽ നമ്മൾ ഒരു കിടിലൻ ഷോട്ട് കണ്ടു അഡ്രിയാലൂണിന്റെ. അത് എങ്ങനെയാണ് കീപ്പർ സേവ് ചെയ്തതെന്നുള്ളത് ഭയങ്കര ഡൗട്ട്. എന്തോ ഒരു ഭാഗ്യത്തിനാണ് അവര് കഴിച്ചിലാവുന്നത്. കിഡിന ഷോട്ട് തന്നെയായിരുന്നു അഡ്രിയാലൂണിന്റെ ഭാഗത്ത് നിന്ന്. പിന്നെ ഈ ഒരു കളിയിൽ നമ്മളെ സ്ട്രൈക്കറിന്റെ അഭാവം നല്ല രീതിയിൽ കണ്ടു. പിന്നെ ഈ ഒരു മത്സരത്തിൽ ജയിക്കാണ്ട് ആ ഒരു ഗോള് നോഹ സദോയി ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ചാൻസ് തന്നെയാണ് അത്. എന്തായാലും ഈ ഒരു കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു. 3 പോയിന്റ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി. സെക്കൻഡ് ഹാഫ് നമ്മൾ ടീമിന്റെ കളി ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് സമയം പോകാത്തൊരു കാഴ്ചയൊക്കെ നമുക്ക് ഈ ഒരു കളിയിൽ ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫിൽ പഞ്ചാബ് എഫ്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നിരന്തരമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് നമ്മൾ കളിയിൽ കണ്ടത്. അവർ കുറെ അധികം ചേഞ്ചുകൾ എല്ലാം നടത്തി. പക്ഷെ എന്നിട്ടും അവര് ഉദ്ദേശിച്ച ആ ഒരു ഇതിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചില്ല. ബ്ലാസ്റ്റേഴ്സിനാകട്ടെ ഡിഫൻസിൽ 2 പേർക്ക് റെഡ് കാർഡും കിട്ടി. ആ ഒരു റെഡ് കാർഡിന് ശേഷം അറ്റാക്കിങ് കുറച്ച് ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലെ ആളുകൾ കൊണ്ടുവന്നു. അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു വിജയത്തിന് കാരണം. ബ്ലാസ്റ്റേഴ്സ് പല റെഡ് കാർഡ് കിട്ടിയ മത്സരങ്ങളിലെല്ലാം ഗോൾ വാങ്ങിയ ഒരു ടീമാണ് നമ്മളെ ബ്ലാസ്റ്റേഴ്സ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ ജയിച്ചു. പക്ഷെ അടുത്ത മത്സരം ഒഡീഷ FC ആണ് എതിരാണ്. പക്ഷെ ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശ നൽകുന്ന ഒന്നാണ് പറയാനുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസ് ജിമിനസും അതുപോലെ തന്നെ വിപിൻ മോഹനും അടുത്ത മത്സരം കളിക്കും എന്നുള്ളത് ഡൗട്ടാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കളിയിൽ സസ്പെൻഷൻ കിട്ടിയ മിലോസ് ഡ്രീൻസിച്ചും ഐബൻ ഡോളിങ്ങും ദാനിഷ് ഫാറൂഖും അടുത്ത മത്സരം സസ്പെൻഷൻ. എന്തായാലും ഈ ഒരു പ്രധാന താരങ്ങൾക്ക് കിട്ടി ഈ ഒരു സസ്പെൻഷൻ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ മറികടക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതും ഒഡീഷ FCക്കെതിരെ. ഈ ഒരു മത്സരത്തിനും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് വളരെ ശക്തമാക്കണം. എന്നാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരത്തിനും ജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു കളിയിൽ എടുത്തു പറയേണ്ട പ്ലെയർ തന്നെയാണ് സച്ചിൻ സുരേഷ്. അദ്ദേഹം കിടിലൻ സേവ് തന്നെയാണ് മത്സരത്തിൽ കാഴ്ചവെച്ചത്. പഞ്ചാബ് എഫ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു കിടിലൻ ഷോട്ടറായിരുന്നു. ആ ഒരു ഷോട്ട് സച്ചിൻ തന്റെ കയ്യിലേക്ക് ഒതുക്കി. അല്ലെങ്കിൽ ഒരു പക്ഷെ അത് ഗോളാവേണ്ട ഒരു ഷോട്ട് തന്നെയായിരുന്നു. എന്തായാലും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഈ വരുന്ന 13-ാം തീയതിയാണ്. അതും കൊച്ചിയുടെ മണ്ണിൽ വെച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC മത്സരം. എന്തായാലും നമുക്ക് അടുത്ത മത്സരത്തിനായി കാത്തിരിക്കാം. സോ നിങ്ങൾ അഭിപ്രായങ്ങൾ ഒപ്പീനിയൊക്കെ താഴെ കമന്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ തന്നെ വിളിക്കുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും